റിപ്പോർട്ട് പൂർത്തിയാക്കുന്നില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത. ഭീം ആർമി നേതാവ് ചന്ദ്രശേഖർ ആസാദിന് വെടിയേറ്റു. ഉത്തർപ്രദേശിലെ സഹറൻപൂരിൽ വെച്ചാണ് വധശ്രമം. വിവരങ്ങളുമായി അനുഷ ചേരുന്നു. അനുഷ, എന്താണ് സംഭവിച്ചത്? ഫിജി ഭീം ആർമി നേതാവും ചന്ദ്രശേഖർ ആസാദിന് നേരെ വധശ്രമം ഉണ്ടായിരിക്കുകയാണ്. അദ്ദേഹം കാറിൽ സഞ്ചരിക്കവെയാണ് ഒരു ഹരിയാന നമ്പർ പ്ലേറ്റിലെ ഒരു കാറിൽ എത്തിയ അക്രമി സംഘം വെടിയുതിർത്തത്. 4 ഗൺഷോട്ടുകളാണ് ആകെ ഉണ്ടായത് എന്നാണ് ഏറ്റവും ഒടുവിലായി അറിയുന്നത്. ഇദ്ദേഹത്തിന് ഒരു വെടിയേൽക്കുകയും ചെയ്തു. ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഉത്തർപ്രദേശിലെ സഹറൻപൂരിൽ വെച്ചാണ് ഈ വധശ്രമം ഉണ്ടായിരിക്കുന്നത്. മറ്റ് വിശദാംശങ്ങളെല്ലാം ലഭ്യമായി തുടങ്ങുന്നതേ ഉള്ളൂ ഫിജി. നിലവിൽ ഇദ്ദേഹത്തിന്റെ നില അത്ര ഗുരുതരമല്ല, നിസ്സാരമായ പരിക്കാണ് ഏറ്റത് എന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കൂടുതൽ വിശദാംശങ്ങൾ വരും സമയത്തിനുള്ളിൽ മാത്രമേ അറിയാൻ കഴിയൂ ഫിജി. ആരാണ് ഇതിന് പിന്നിൽ എന്ന് ഇപ്പോൾ എന്തെങ്കിലും സൂചനകളുണ്ടോ അനുഷ? ഫിജി, അത്തരത്തിൽ ഈ അക്രമികൾ ആരാണ് എന്നത് സംബന്ധിച്ച് വിശദീകരണമൊന്നും തന്നെ വന്നിട്ടില്ല. ഒരു ഹരിയാന നമ്പർ പ്ലേറ്റിലുള്ള കാറിലാണ് ഇവർ എത്തിയത്. ഇവർ ഈ ചന്ദ്രശേഖർ ആസാദിന്റെ വാഹന വ്യൂഹത്തിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു. ഇതിൽ ഒരു 4 ബുള്ളറ്റിൽ 4 തവണ വെടിവെക്കുകയും അതിലൊന്ന് ചന്ദ്രശേഖർ ആസാദിന്റെ ദേഹത്ത് പതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഇദ്ദേഹത്തിന്റെ നില അത്ര ഗുരുതരമല്ല, എന്നാൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിലായി അറിയുന്നത്. ഒപ്പം തന്നെ ഉത്തർപ്രദേശിലെ ഷഹറൻപൂരിലായിരുന്നു ഈ ഒരു അക്രമം ഉണ്ടായത്. ഇതിനു മുൻപും ഇതേ സ്ഥലത്ത് വെച്ച് ചന്ദ്രശേഖർ ആസാദ് ഒരു കേസിൽ പെടുകയും അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് നേരെ ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാവുകയെല്ലാം ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ഇതിന്റെ വിശദാംശങ്ങൾ വരും സമയത്തിനുള്ളിൽ മാത്രമേ അറിയാൻ കഴിയൂ ഫിജി. ശരി അനുഷ, വിവരങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. പ്രാഥമിക വിവരങ്ങളാണ് അനുഷ പങ്കുവച്ചത്. ഭീം ആർമി നേതാവ് ചന്ദ്രശേഖർ ആസാദിന് വെടിയേറ്റു. ഉത്തർപ്രദേശിലെ സഹറൻപൂരിൽ വെച്ചാണ് ഒരു വധശ്രമം ഉണ്ടായത്. അദ്ദേഹത്തിന് പരിക്ക് വെടിയേറ്റത് ഗുരുതരമല്ല എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്.